അതിശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഗൾഫിൽ നിന്നും അമേരിക്കയിലേക്കുള്ള വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും വിവിധ അമേരിക്കൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൊടും തണുപ്പും ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും അമേരിക്കയിലെ വ്യോമഗതാഗതത്തെ പൂർണ്ണമായും താറുമാറാക്കിയിരിക്കുകയാണ്. വിവിധ നഗരങ്ങളിൽ നിന്നുമുള്ള 4200ഓളം വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തു. അമേരിക്കയുടെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം വിമാനങ്ങൾ റദ്ദാക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ കൊടും തണുപ്പിനെ തുടർന്ന് 1900 സർവീസുകൾ അമേരിക്ക റദ്ദാക്കിയിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വിവിധ അമേരിക്കൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ സർവീസുകളെയാണ് മോശം കാലാവസ്ഥ ബാധിച്ചത്. ന്യൂയോർക്ക്, ബോസ്റ്റൺ, വാഷിംഗ്ടൺ, ന്യൂവാർക്ക് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. അമേരിക്കയിൽ നിന്നും തിരിച്ചുള്ള വിമാന സർവീസുകളെയും മോശം കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ഗ്രീസിന്റെ തലസ്ഥാനമായ ഏഡൻസ്, ഇറ്റലിയിലെ മിലൻ എന്നിവിടങ്ങളിലേക്ക് അമേരിക്കയിൽ നിന്നുമുള്ള സർവീസുകൾ മുടങ്ങി. യാത്രക്കാർ ബുക്കിംഗ് ഏജന്റുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക വെബ്സൈറ്റുകളിലെ നിർദ്ദേശങ്ങൾ പിന്തുടരുകയോ ചെയ്യണമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.